ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലളിതം സഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ വെള്ളിയാഴ്ച സഹസ്രനാമം പോസ്റ്റാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതിന് എവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഗീതാശ്ലോകത്തോടുകൂടെ നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവദ്ഗീതായാ സാഖ്യയോഗോ നാമ്നേ ദ്വിതീയോധ്യായേ പഞ്ചാശതി ശ്ലോകഃ. ബുദ്ധിയുക്തോ ജഹാതി ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് ഉദ്യോഗായ യുജ്യസ്വ യോഗകർമ്മസു കൗശലം. അല്ലയോ അർജുന, ആസക്തി കൂടാതെ ജോലിയുടെ ശാസ്ത്രം വിവേകത്തോടെ പരിശീലിക്കുന്ന ഒരാൾക്ക് ഈ ജീവിതത്തിൽ തന്നെ നല്ലതും ചീത്തയുമായിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മുക്തി നേടുവാനാകും. അതിനാൽ നീ യോഗയ്ക്കായിട്ടാണ് പരിശ്രമിക്കേണ്ടത്. അത് സമർത്ഥമായി പ്രവർത്തിക്കുവാനുള്ള ഒരു കലയാണ്. നാമത്തിലേക്ക് വരാം. നാമം 493. മഹാവീരേന്ദ്രവരദ. മഹാവീരങ്ങളാകുന്ന ഇന്ദ്രന്മാരെ വരദാനമാക്കിയിരിക്കുന്നത് ഏതൊരു ദേവിയാണോ ആ ദേവിയെ മഹാവീരേന്ദ്രവരദ എന്ന് വിശേഷിപ്പിക്കാം. മഹാവീര എന്ന ഒറ്റ വാക്കിന് വില്ലാളി, ഇടിവെട്ട്, സിംഹം, മഹാവീരന്മാർ, മഹാനായകന്മാർ, വെള്ളക്കുതിര, കുയിൽ എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. വീര എന്ന ഒറ്റ വാക്കായിട്ട് എടുക്കുമ്പോഴോ ധൈര്യമുള്ളത്, ശക്തിയുള്ളത്, ശ്രേഷ്ഠമായത്, ഉത്തുംഗമായിട്ടുള്ളത്, അഗ്നി, പുത്രൻ, സമർത്ഥനായ, നിപുണനായ എന്നൊക്കെ അർത്ഥങ്ങളാണ്. ഇന്ദ്ര എന്ന വാക്കിന് ഇന്ദ്രൻ എന്നുള്ള അർത്ഥമുണ്ട്. അതുകൂടാതെ രാത്രി, ഉത്തമമായിട്ടുള്ളത്, ഒന്നാമത്തേത്, 14 അക്കം, ആത്മാവ്, അങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട്. ഹൃദയ സംബന്ധമായിട്ടുള്ള വിസ്താരങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിൻ്റെ അനുബന്ധമായിട്ട് എടുക്കുമ്പോൾ വായുപ്രവാഹത്താൽ മഹത്തായ ആത്മാവിനെ യോജിപ്പിച്ച് ഹിതകാരിയായിട്ട് വർത്തിക്കുകയാണ് ഒരു ഹൃദയം എന്ന് പറയാം. ഹൃദയത്തിന് വായു വേണം. ആ വായുവിലാണ് അതതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. മഹത്തായ ആത്മാവിനെ ഒരു ശരീരവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇനി നമുക്കിനി ഭൂമിയിലേക്ക് വെച്ച് നോക്കുമ്പോഴോ വായു, വെള്ളം, വെളിച്ചം, ആത്മാവ് തുടങ്ങിയവയ്ക്കെല്ലാം ഹിതകാരിയായിട്ട് വർത്തിക്കുകയാണ് ഭൂമി. അവയ്ക്കെല്ലാം വാസയോഗ്യം ഭൂമി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ശരി. അല്ലെങ്കിൽ വെള്ളം, വെളിച്ചം, വായു തുടങ്ങിയവയാൽ ആത്മാക്കളുടെ മഹത്തായ അഭ്യുദയകാംക്ഷിയായ ഭൂമി എന്നും വ്യാഖ്യാനിക്കാം. അപ്പോൾ ഭൂമി തന്നെയാണ്. കാരണം ഇതെല്ലാം ആവശ്യത്തിനുള്ള അനുപാതത്തിൽ ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് സൗരയൂഥത്തിൽ ഭൂമിയെപ്പോലെ ജീവനുള്ള മറ്റൊരു ഗ്രഹം കണ്ടെത്തുവാനാകാത്തത്. ഉണ്ടാവാം, തീർച്ചയായിട്ടും ഉണ്ടാവാം. കാരണം ഗാലക്സികൾ തന്നെ അനവധിയാണ്. അതിലും ഒരു ഭൂമി ഉണ്ടാവാം. ഭക്തിയുടെ വിന്യാസം നോക്കുമ്പോഴോ മഹാവീരങ്ങളാകുന്ന ഇന്ദ്രന്മാരെ വരങ്ങളായിട്ട് നൽകുന്നവളാണ് അനാഹതാബ്ജ നിലയായിട്ടുള്ള നമ്മുടെ ദേവി. ദേവി എന്ന ശക്തിയെ മനസ്സിലാക്കുമ്പോൾ സാധകന് മഹാവീരേന്ദ്ര ശക്തികളാണ് വരമായിട്ട് ലഭിക്കുന്നത്. ഒപ്പം ദേവിയിന്മേലുള്ള ഭക്തി ലോകത്തിന് സമ്മാനിക്കുന്നത് മഹാവീരന്മാരെയാണ് എന്നും മനസ്സിലാക്കണം. ഭയപ്പെടുത്തുന്ന മൗനമായ രാത്രിയിൽ ഇടിവെട്ടുന്ന പ്രകാശമായിട്ടാണ് അത് വർഷിക്കുന്നത്. അവിടെ രാത്രി പോലും സ്തംഭിച്ചു പോവുകയാണ്. ഭക്തിയുടെ ശക്തി അത് വർണ്ണനകൾക്കെല്ലാം അതീതമാണ്. ഇത് തന്നെ മഹത്തായ വീരേന്ദ്രന്മാർക്ക് വരതയായിട്ടുള്ളവളാണ് ദേവി എന്ന അർത്ഥത്തിലും ശ്രദ്ധിക്കാം. അന്നേരം ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുര്യ എന്നീ 4 അവസ്ഥകളിൽ ഓരോ അവസ്ഥയിലും തുര്യാവസ്ഥ അറിയുന്ന യോഗികളെ കൊണ്ടുവരണം. കാരണം അത്തരം യോഗികളും മഹാവീരന്മാരെന്നറിയപ്പെടുന്നുണ്ട്. പിന്നീടാണ് 5ാമത്തെ പദമായ തുര്യാവസ്ഥയെ പ്രാപിക്കുന്നത്. തുര്യം കഴിഞ്ഞാൽ തുരീയമാണ്. അങ്ങനെ തൻ്റെ ഇന്ദ്രിയങ്ങളെ ജയിച്ചവർക്ക് നന്മ പ്രദാനം ചെയ്യുന്ന കാലം കൂടെയാണ് ഈ നാമം. പ്രഹ്ലാദനും ഗരുഡനും ഹനുമാനും ധ്രുവനുമെല്ലാം അങ്ങനെയുള്ള മഹാവീരേന്ദ്രന്മാരാണ്. മഹാവീരന്മാർ ബ്രഹ്മജ്ഞാന മുമുക്ഷുക്കളാണ്. അങ്ങനെയുള്ള മുമുക്ഷുക്കൾക്ക് മോക്ഷം നൽകുന്നതും ഈ പ്രകൃതി തന്നെയാണ് എന്നതിൽ സംശയമേ വേണ്ട. ഇനി നമുക്ക് വേറൊരു അർത്ഥം കൂടെ ശ്രദ്ധിക്കാം.
ഈ യാഗങ്ങൾ അതിരാത്ര എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? അത് പലരും കണ്ടിട്ടുണ്ടാവണം. അങ്ങനെയുള്ള യാഗങ്ങൾക്ക് പ്രവർഗ്യം എന്നൊരു ക്രിയ ചെയ്യാറുണ്ട്. ആ ക്രിയ ചെയ്യുവാൻ ഒരു പാത്രമുണ്ട്. അതിനെ മഹാവീരം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. സോമയാഗങ്ങളിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് പ്രവർഗ്യം. പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങാണിത്. ജീവിക്കുന്ന ചുറ്റുപാടുകളിലുള്ള വായുവിനെ അഗ്നി കൊണ്ട് ശുദ്ധീകരിക്കുക എന്നതാണ് പ്രവർഗ്യത്തിൻ്റെ ലക്ഷ്യം. അതിനായിട്ട് വിശ്വഭിഷുഗുരന്മാരായ അശ്വിനി ദേവന്മാരെയാണ് സ്മരിക്കുന്നത്. അവർക്ക് ചൂടുപാൽ സമർപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ട് യാഗത്തിൽ. അതിന് മഹാവീര്യം എന്ന പാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. ഒരു പ്രത്യേക രീതിയിലാണ് ആ പാത്രം ഉണ്ടാക്കേണ്ടത് എന്നും വിധിയുണ്ട്. ഇങ്ങനെയാണ് ആ പാത്രം ഉണ്ടാക്കുന്നതെന്ന് നിശ്ചയമില്ല കേട്ടോ. പക്ഷേ അത് ചെയ്യാനുള്ള വിധി കേട്ടത് പറയാം. എന്താണെന്നോ, ഈ മഹാവീരത്തിനായിട്ട് സജ്ജമായിട്ടുള്ള പാത്രം കനലുകൊണ്ട് പൊതിയുമത്രേ. അങ്ങനെ ചുട്ടു പഴുപ്പിച്ചിട്ട് അതിൽ നെയ്യൊഴിക്കും. വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന ആ നെയ്യിൽ പിന്നെ പശുവിൻ്റെയും ആടിൻ്റെയും പാലൊഴിക്കും. ചിലർ ആടിൻ്റെ പാല് മാത്രമേ ഒഴിക്കുള്ളൂ. അന്നേരം ചെറിയൊരു അഗ്നിഗോളം അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. അതാണ് അശ്വിനി ദേവകൾ സ്വീകരിച്ചു എന്നതിൻ്റെ പ്രമാണം. സാധാരണമായിട്ട് ആ സമയത്ത് വൃക്ഷങ്ങളുടെ പച്ചത്തലപ്പുകൾ യാഗശാലയിൽ കരുതിയിട്ടുണ്ടാകും. അഗ്നിഗോളം ഉയരുന്ന സമയം കർമ്മികൾ ഈ പച്ചത്തലപ്പുകൾ കൊണ്ട് അഗ്നിഗോളത്തിന് പരിച തീർക്കുക പതിവാണ്. കാരണം അതുമൂലം മറ്റൊന്നിനും ഹാനി ഉണ്ടാകരുത് എന്നുമുണ്ട്. ഇനി ഇതെന്തിനാണ് അശ്വിനി ദേവന്മാർക്ക് സമർപ്പിക്കുന്നത് എന്നല്ലേ? അല്ലേ, നമ്മൾ പറഞ്ഞു അശ്വിനി ദേവന്മാർക്കാണ് ഇത് സമർപ്പിക്കുന്നത് എന്ന്. ആ കഥ കേട്ടോളൂ. വിശ്വപ്രസിദ്ധമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ ദക്ഷയാഗത്തെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. ആ യാഗത്തിലാണ് സതീദേവി ദീപത്യാഗം ചെയ്തതും ദക്ഷന്റെ തല വീരഭദ്രനാൽ അർക്കപ്പെട്ടത്. പിന്നെ ആടിന്റെ തല വെച്ചതിന് ശേഷമാണ് സ്ഥിതിഗതികൾ ശാന്തമാവുന്നത്. ആട്ടിൻതല ഉറപ്പിച്ചു കൊടുക്കുന്നത് ദേവഭിഷുകന്മാരായ അശ്വിനി ദേവകളാണ്. കഠിനമായ സാധനകൾ ചെയ്ത് പരാശക്തിയെ പ്രീതിപ്പെടുത്തിയിട്ടാണ് അവർ ആ കർമ്മം ചെയ്യുന്നത്. രണ്ടാമത് പിടിപ്പിച്ച തല മഹാവീരം എന്നാണ് അറിയപ്പെടുന്നത്. പരാശക്തിയുടെ അനുഗ്രഹം മൂലം വീരഭദ്രനെ പോലും ജയിക്കുവാൻ പര്യാപ്തമാണ് ആ തല. ദക്ഷന്റെ അഹങ്കാരം ഹോമിക്കപ്പെട്ട് ബ്രഹ്മജ്ഞാനം കൈവരുന്നു എന്നാണ് അതിൻ്റെ താത്വിക സങ്കല്പം. ബ്രഹ്മജ്ഞാനം പ്രദാനം ചെയ്യുന്നപ്പോൾ ആരാണ്? ദേവിയാണ്. ആ ദേവി മഹാവീരേന്ദ്ര വരദ എന്ന നാമത്താലാണ് പിന്നെ പ്രകീർത്തിക്കപ്പെടുന്നത്. നാം അവിടെ അവസാനിപ്പിക്കാം. മഹാവീരത്തിൻ്റെ ഇന്ദ്രന്മാരെ അറിഞ്ഞുകൊണ്ട്, ആ സാധന അറിഞ്ഞുകൊണ്ടായി തീരട്ടെ നമ്മുടെ നാമം പരിപൂർണമാവുന്നത്. നമസ്കാര ശബ്ദം. ഓം മഹാവീരേന്ദ്ര വരദായേ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി. ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരീ.